എറണാകുളം തൃക്കാക്കരയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. എറണാകുളം കാക്കനാടിന് സമീപമുള്ള NGO ക്വാർട്ടേഴ്സിന് സമീപത്താണ് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 ചെറുപ്പക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ വാഴക്കാല സ്വദേശിയായ അച്ചുവിൻ്റെ നില അതീവ ഗുരുതരമാണ്. അച്ചുവിനെ ജില്ലയിലെ എറണാകുളം നഗരത്തിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് പുലർച്ചെ 2 മണിയോടെ NGO ക്വാർട്ടേഴ്സിന് സമീപം അതുവഴി നടന്നു പോവുകയായിരുന്ന 3 ചെറുപ്പക്കാരെ കാറിലെത്തിയ സംഘം അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. ചവിട്ടി നിലത്തിടുകയും പിന്നീട് തുടർച്ചയായി ഇതേ ചെറുപ്പക്കാരെ തന്നെ മർദ്ദിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നു വരുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കോട്ടയം സ്വദേശിയുടേതാണ് ഈ കാറെന്ന, അതായത് കോട്ടയം മീനച്ചൽ സ്വദേശിയുടേതാണ് ഈ കാറെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് നേരെ, അതായത് 3 ചെറുപ്പക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ 3 പേരും ചികിത്സയിൽ തുടരുകയാണ്. 2 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അതിക്രൂരമായി ഗുരുതര പരിക്കേറ്റ അച്ചു എന്ന യുവാവ്, 24 വയസ്സുള്ള യുവാവ് നിലവിൽ കൊച്ചിയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ തുടരുന്നത്. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിവരികയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.